ഹായ് ഗൈസ്. അപ്പോ ഒരുപാട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ AF ക്രിയേഷൻ ചാനലിൽ ഒരു വീഡിയോ വരികയാണ്. ഇതിനിടയിൽ കുറെ ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോ മിനിയാന്നൊരു എന്റെ ലോഗോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. AF ക്രിയേഷൻ എന്ന് പറഞ്ഞ ചാനൽ റീലോഡിങ് എന്നിട്ട്. അപ്പോൾ നമുക്കിനി ഡെയിലി വ്ളോഗ്സുകളൊക്കെ ആയിട്ട് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ഓരോ ദിവസം ഓരോ വ്ളോഗ്സൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഡെയിലി എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ നടക്കണം എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് ചെറിയൊരു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് റെസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇന്നലെ വരെ എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, തലവേദനയും കാര്യങ്ങളൊക്കെ. ഇന്ന് ഓക്കെ ആയി. അപ്പോൾ ഇന്ന് എന്തൊരു വ്ളോഗ് ചെയ്യാം എന്നിങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് കിച്ചണിൽ സേമിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റമദാന്റെ സ്പെഷ്യൽ ഐറ്റമായ സേമിയോ തരിക്കഞ്ഞി അതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് സേമിയോ തരിക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ സേമിയോ അനിവാര്യമാണല്ലോ. അപ്പോൾ സേമിയോ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് റവയാണ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അധികമൊന്നുമില്ല, കുറച്ച് ഒരു 3-4 പേർക്ക് കഴിക്കാനുള്ള അത് ഉണ്ടാക്കുന്നുള്ളൂ. ഇതിനു വേണ്ടി ഒരു 4 ചെറിയ ഉള്ളി കുനുകുന അരിഞ്ഞത്, പിന്നെ കാഷ്യൂനട്ട് ഒന്ന് കുനുകുന അരിഞ്ഞത്, പിന്നെ മുന്തിരി, ഉണക്കമുന്തിരി കുറച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ഉപ്പും പഞ്ചസാരയാണ്. നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് അതിൽ ആഡ് ചെയ്യുന്നതാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ കാഷ്യൂനട്ടൊക്കെ തിന്നട്ടാ. അപ്പൊ വിചാരിക്കൊക്കെ നോമ്പില്ല, സത്യമാണ്. അപ്പൊ ഞാൻ സാധനമൊക്കെ കഴിഞ്ഞാൽ കുറച്ച് മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന കാരണം നോമ്പ് എടുത്തിട്ടില്ല. അതിനായിട്ട് ഒരു സ്റ്റീലിന്റെ പാത്രം നമ്മൾ സ്റ്റൗവിൽ കയറ്റിയിട്ടുണ്ട്. സ്റ്റൗ ഒന്ന് കത്തി കൊടുക്കാം. പാത്രമൊക്കെ ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചെറിയ ഉള്ളി കുനുകുന അരിഞ്ഞത് ഒന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ കളറായിട്ട് അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. അത് നമ്മളെ സേമിയ അതിലേക്ക് തട്ടി കൊടുക്കാം. ഗൈസ്, ഇത് ഞാൻ മുന്നേ പരിചയപ്പെടുത്താത്തതാണ് തേങ്ങാപ്പാല്. തേങ്ങാപ്പാലിന്റെ 1-ാം പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. 2-ാം പാലിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോ സേമിയൊക്കെ ഇട്ട് ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിന്റെ വേവ് നോക്കാം. സേമിയ കടിക്കുമ്പോൾ നമുക്ക് അതിന്റെ വേവ് കിട്ടും. കാരണം അല്ലെങ്കിൽ സേമിയ ഇങ്ങനെ ഒരു ചെറിയ കടി പോലെ തോന്നും. ഇത് നന്നായിട്ട് വഴുവഴുപ്പായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വേവായിട്ടുണ്ട്. അപ്പോൾ ഇനി റവ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ആഡ് ചെയ്യാത്തൊരു കാര്യം ആഡ് ചെയ്തിട്ടുണ്ട്, പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി പഞ്ചസാര നന്നായിട്ട് ഇളക്കണം. ഇതിന്റെ ബാലൻസിന് വേണ്ടി കുറച്ച് ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ ഉപ്പ് നമുക്ക് ആദ്യം ചേർക്കേണ്ടതായിരുന്നു, അത് നമ്മൾ മറന്നുപോയ കാര്യം കേട്ടോ. ഓക്കെ, അവസാനമായിട്ട് നമ്മള് തേങ്ങാപ്പാലിന്റെ ഫസ്റ്റ് പാല് അതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇത് തിളക്കാൻ പാടില്ല, കുറച്ചൊന്ന് തള വരുന്നതിന് മുന്നേ ഓഫ് ചെയ്യാം. ഗൈസ്, ഞാൻ ഉണ്ടാക്കിയ തരിക്കഞ്ഞി, സേമിയോ തരിക്കഞ്ഞി അടിപൊളി. നോമ്പുള്ളവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടെ. നോമ്പുകാരനെ പോലെ ഇരിക്കണം എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ ഇത് ഉണ്ടാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത് കുടിച്ചു നോക്കാൻ ഒരു ക്യൂരിയോസിറ്റി. കുറെ നേരമായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറെ നേരമായിട്ട് ഇരുന്നിട്ടേ ഇത് എപ്പോഴാന്ന് കുടിക്കാച്ചിട്ട് ഇരിക്കുമ്പോൾ ക്ഷമ കെട്ടിട്ട് എടുത്ത ഒരു ഗ്ലാസ് തരിക്കഞ്ഞാണ്. അപ്പോൾ അടിപൊളിയാണ്, ടേസ്റ്റ് ഉണ്ട്. ഞാനത് ഉണ്ടാക്കി നോക്കിയാണ്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി നോക്കിയാണ്. അപ്പോൾ എന്തായാലും അടിപൊളി. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാനുണ്ടാവും നിങ്ങളുടെ മുന്നിൽ. ഇതുവരെ എന്നെ കൈനീട്ട് സ്വീകരിച്ച എൻ്റെ എല്ലാവിധ 4.58K വെച്ചാൽ 4500 സംതിങ് ഫോളോവേഴ്സ് ഓൾറെഡി ഉണ്ട്. അവർക്കൊക്കെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒക്കെ അറിയിക്കുകയാണ്. അതേപോലെ ഇനിയും എന്നെ ഫോളോ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. AF ക്രിയേഷനിലൂടെ ഇനി നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും വരും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.